ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ രാമുസുലിൻ്റെ കഥയിൽ അദ്ദേഹവും ജോൺ മാന്ത്രിക്കൻ ചേർന്ന് തിരക്കഥ എഴുതി ആസിഫ് അലി അൻഷുരാജൻ പ്രധാന കഥാപാത്രമെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രേഖാചിത്രം ജാനുവരി 9, 2025 തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു രേഖാചിത്രം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിയേറ്ററിൽ മിസ്സായിപ്പോയ, എനിക്ക് കാണാൻ കഴിയാത്തൊരു സിനിമയും കൂടെയായിരുന്നു. സിനിമ OTT വന്നതിന് ശേഷമാണ് കാണാൻ കഴിഞ്ഞത്. സോ എത്ര പേർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കഴിഞ്ഞെന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് വന്നിരിക്കുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായം, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. രേഖാചിത്രം എന്ന സിനിമ 2025 ഒരു സൂപ്പർ ഹിറ്റ് സിനിമയും കൂടെയാണ്. ഏകദേശം 6 to 9 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ 50 കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സക്സസ്, ആസിഫ് അലി എന്ന ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ. അദ്ദേഹം തുടർന്ന് നല്ല നല്ല സിനിമകളാണ് അദ്ദേഹം ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു മികച്ച ഒരു സിനിമയായിട്ടും നമുക്ക് രേഖാചിത്രത്തിനെ എടുത്തു വയ്ക്കാൻ കഴിയും. ആൻഡ് അതുപോലെ തന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന രീതിക്കാണ് സിനിമ കണ്ടു തുടങ്ങിയതെങ്കിലും സിനിമയുടെ എക്സിക്യൂഷൻ, സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം തന്നെ സിനിമയെ ഡിഫറൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് നമുക്ക്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം മറയ്ക്കാൻ കൂട്ടുതന്ന ഒരു വ്യക്തി അതിൻ്റെ കുറ്റസമ്മതം നടത്തി ആത്മഹത്യ ചെയ്യുന്നു. തുടർന്ന് ഒരു അസ്ഥികൂടം, ഒരു സ്ത്രീയുടെ അസ്ഥികൂടം കിട്ടുന്നു. ആ അന്വേഷണം പോയി നിൽക്കുന്നത് 1985 ഭരതൻ സംവിധാനം ചെയ്ത കാതോട് കാതോര എന്ന മമ്മൂട്ടി അഭിനയിച്ച സിനിമയുടെ സെറ്റിലാണ്. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. തുടർന്ന് ഇതെങ്ങനെയാണ് കൊലപാതകം നടന്നത്, ആരാണ് ഈ പെൺകുട്ടിയെ കൊന്നത്, ആരാണ് ഈ പെൺകുട്ടി എന്നാണ് ഈ അന്വേഷണം പുരോഗമിച്ച് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു. ചിലയിടത്തൊക്കെ സിനിമ പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ടെങ്കിൽ തന്നെയും ഇതുവരെ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതുവരെ അധികം ഉപയോഗിക്കാത്ത ഒരു രീതി, ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ് സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരുന്നത്. നടക്കാത്തൊരു സംഭവത്തെ എന്താ പറയുക, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഹിസ്റ്ററിയിൽ കൊണ്ടുവന്ന രീതി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് സിനിമ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ ഡയറക്ടർ കമലിൻ്റെ ഒരു ക്യാമിയോ വന്നിട്ടുണ്ടാവും, ആക്ടർ ജഗദീഷിൻ്റെ ഒരു ക്യാമിയോ വന്നിട്ടുണ്ടാവും, മുത്താനംകുന്ന് PO സിനിമയുടെ ഒരു എന്താ പറയുക ഒരു റെഫറൻസ് വന്നിട്ടുണ്ടാവും. അതുപോലെ കാതോട് കാതോര സിനിമയുടെ റെഫറൻസ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മമ്മൂട്ടി ചേട്ടൻ എന്ന കഥാപാത്രം സിനിമയിൽ ആർക്കും മറക്കാൻ കഴിയില്ല. സോ മമ്മൂട്ടിയുടെ ആ ഒരു AI ജനറേറ്റഡ് വേർഷൻ ആക്ച്വലി വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നിമിഷങ്ങൾ, ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് മാത്രമേ വരുന്നുണ്ടെങ്കിലും എന്താ പറയുക, വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിരുന്നു. അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതിൻ്റെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു ചെറിയെടുത്ത് പാളിപ്പോയാൽ പോലും എന്താ പറയുക, കയ്യിൽ നിന്ന് പോകാവുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു എങ്കിൽ പോലും, ഒരു സ്ക്രിപ്റ്റാണിത്, പക്ഷേ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി എന്താ പറയുക, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു തിരക്കഥ വളരെ നന്നായി സ്ട്രോങ് ആയിട്ട് നിന്നൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീലുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നു. എസ്പെഷ്യലി ആ പഴയ കാലം 1985 കാലഘട്ടം കാണിച്ച രീതി, മമ്മൂട്ടിയുടെ ക്യാമിയോ ആയിക്കോട്ടെ, ആ ഒരു കഥാപാത്രത്തിൻ്റെ അതിലേക്ക് കൊണ്ടുവന്ന രീതി ആയിക്കോട്ടെ, എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് അതുപോലെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസിലും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു ഫീമെയിൽ ലീഡിനെ ഒരു നെഗറ്റീവ് റോളിൽ കാണിച്ചത്, അതും കുറച്ച് എന്താ പറയുക, ഒരു ക്രൂരമായിട്ടുള്ള ഒരു നെഗറ്റീവ് റോളായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ മനോജ് കേജിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് സിനിമ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഇതുവരെയും എന്താ പറയുക, അധികം ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ചരിത്രത്തിൽ നടന്നൊരു സംഭവത്തിനെ കൊണ്ടുപോയി വേറെ രീതിക്ക് അത് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഈ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് ജോൺ പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്ന രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയായിട്ട് കണക്ട് ചെയ്ത രീതി, മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ ആ ഒരു കൊണ്ടുവന്ന രീതി, ആൻഡ് ആസിഫ് അലി എന്ന ആ ഒരു പോലീസ് കഥാപാത്രത്തിന് സസ്പെൻഡ് ആവുന്നു, റമ്മി കളിച്ച് സസ്പെൻഡ് ആവുന്നുള്ള പറഞ്ഞ രീതിയെല്ലാം ഇതുവരെ കാണാത്ത രീതിയിൽ പല കാര്യങ്ങളും സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. സിനിമയ്ക്കകത്ത് ഇപ്പോഴത്തെ കാലത്തെ രാഷ്ട്രീയവും സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു, എത്ര പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.